ഹായ് ഹലോ ഓൾ HB സയൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് സെമസ്റ്റർ ഫിസിക്സിൻ്റെ രണ്ടാമത് മൊഡ്യൂളായ ഓസിലേഷൻസിലെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. വെലോസിറ്റി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇതിന് മുന്നേ ഉള്ള ഓസിലേഷൻസിലെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിലെ ഓസിലേഷൻസ് എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതെ കാണുക. സോ വെലോസിറ്റി of simple harmonic motion. ഞാനൊരു പാർട്ടിക്കിളിനെ അസ്യൂം ചെയ്യുവാണ്. ഒരു സ്മോൾ m മാസ്സുള്ള ഒരു പാർട്ടിക്കിൾ. ഈ പാർട്ടിക്കിൾ എന്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം അതിൻ്റെ ഓസിലേഷൻ മാക്സിമം പോയിന്റിലേക്ക് അല്ലെങ്കിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ പോയിന്റ് ആണ് P എന്ന് വിചാരിക്കുക. ഇനി P എന്ന പോയിന്റിൽ നിന്ന് വീണ്ടും എവിടേക്ക് എത്തി? മീൻ പോയിന്റിലെത്തി അല്ലെങ്കിൽ ഇനിഷ്യൽ പോയിന്റിലെത്തി. ഇനി അവിടെ നിന്ന് വീണ്ടും എന്ത് ചെയ്യാണ്? ഇത് ഈ സൈഡിലേക്ക് എന്ത് ചെയ്യാണ്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് നടത്തുകയാണ്. ഞാൻ അതിനെ Q എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന്റെ എൻറ്റയർ ജേണിയിലെ ഒരു പോയിന്റ് ഞാൻ അല്ലെങ്കിൽ ഈ മീൻ പോയിന്റിൽ നിന്നും മീൻ പൊസിഷനിൽ നിന്നും ഈ ഒരു സർട്ടൈൻ ടൈം ഇൻസ്റ്റന്റിലുള്ള ഈ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഞാൻ അതിനെ X എന്ന് എടുത്തു. മീൻ പോയിന്റിൽ നിന്നും ഒരു സർട്ടൈൻ ടൈം T വരെയുള്ള ഈ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റിനെ ഞാൻ X എന്ന് എടുത്തു. നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഓബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് X കാണേണ്ട ഇക്വേഷൻ എന്താ? X is equal to A sin omega t plus phi അല്ലെ? where A is the amplitude and omega t plus phi is the phase. അല്ലെ? നമുക്കറിയാം, കണ്ടുപിടിക്കാനുള്ളത് വെലോസിറ്റി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. സോ വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ? അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ദാറ്റ് ഈസ് dx/dt ആണ് എന്തോന്ന് വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലെ? സോ d/dt ഓഫ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? A sin omega t plus phi അല്ലെ? ഞാൻ ഡെറിവേറ്റീവ് എടുക്കാൻ വേണ്ടി പോകുന്നു. ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. സോ ആംപ്ലിറ്റ്യൂഡിന് എന്തെടുക്കാൻ പറ്റത്തില്ല? ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ പുറമെ എടുത്തു കോൺസ്റ്റന്റ് A. ഇനി നമുക്ക് എന്തിന്റെ ഡെറിവേറ്റീവ് എടുക്കേണ്ടത്? d/dt ഓഫ് സൈൻ ഒമേഗ ടി പ്ലസ് phi. നമുക്കറിയാം, വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ? സൈനിന്റെ വാല്യൂ കോസ് ആണ് അല്ലെ? സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ ആണ്. സോ ഇവിടെ എന്ത് വരും? A കോസ് ഒമേഗ ടി പ്ലസ് phi എന്ന് വരും. മാത്രമല്ല, നമ്മൾ എന്തിന്റെയും ഡെറിവേറ്റീവ് എടുക്കേണ്ടി വരും? ഈ ആംഗിളിന്റെയും ഡെറിവേറ്റീവ് എടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് ഒമേഗ ടി പ്ലസ് phi ഡെറിവേറ്റീവ് എടുക്കേണ്ടി വരും. അവിടെ phi എന്ന് പറഞ്ഞാൽ എന്താ? phi എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ഫേസ് ആണ്. ഇറ്റ് ഈസ് ഇനിഷ്യൽ ഫേസ്, അതും കോൺസ്റ്റന്റ് ആണ്. സോ അതിനെ നമുക്ക് എന്തെടുക്കാൻ പറ്റത്തില്ല? ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അകത്ത് എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് ഒമേഗ ടി മാത്രം വരും. വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് ഒമേഗ ടി? ടി dt/dt 1 ആവും. ദാറ്റ് ഈസ് d/dt ഓഫ് ഒമേഗ ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? ഒമേഗ വന്നിട്ട് ബാക്കി dt/dt എന്ന് വരും അല്ലെ? dt/dt that is omega is the derivative of d/dt of omega t. so ഇത്രയുടെയും ഡെറിവേറ്റീവ് എന്ത് വരും? ഒമേഗ എന്ന് വരും അല്ലെ? that is നമുക്ക് വെലോസിറ്റി എന്ത് കിട്ടി? വെലോസിറ്റി is equal to a omega cos omega t plus phi. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുത്തു. ഓക്കെ അല്ലേ? നമുക്കിവിടെ എന്ത് മനസ്സിലായി? ഇതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായി. കാര്യം എന്താ? ഇവിടെ ഈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു കോസ് ഫംഗ്ഷൻ ആണ് അല്ലെ? കോസ് ഫംഗ്ഷൻ മീൻസ് ഇറ്റ്സ് എ പീരിയോഡിക് ഫംഗ്ഷൻ. നമുക്ക് എന്ത് കിട്ടി? ഇതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് കിട്ടി. ഇറ്റ്സ് എ പീരിയോഡിക് ഫംഗ്ഷൻ ആണ് നമുക്ക് എന്തായി മനസ്സിലായി. ഇനി ഞാൻ കുറച്ച് അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എത്രയാ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ് അല്ലെ? സോ ഇവിടുന്ന് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്ത് പറയാം?
ദാറ്റ് ഈസ് 1 ഈ സൈൻ സ്ക്വയർ തീറ്റ ഈ സൈഡിലേക്ക് പോകുമ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നാവും. അതിൽ നിന്ന് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് പറയാം, ഈ സ്ക്വയർ ഈ സൈഡിലേക്ക് പോകുമ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നാവും അല്ലേ. ഇതേ വാല്യൂ നമുക്ക് കൊടുക്കാം. നമുക്കിവിടെ ഉള്ളത് കോസ്, നമ്മുടെ കോസ് തീറ്റ ഉണ്ട്. ഇവിടുത്തെ കോസ് തീറ്റ എന്താ, ഇവിടുത്തെ തീറ്റയ്ക്ക് പകരമുള്ള വാല്യൂ എന്താ, കോസ് ഒമേഗ ടി പ്ലസ് 5 ആവുള്ളത്. ദാറ്റ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് തീറ്റ ഹിയർ ഇറ്റ് ഈസ് ഒമേഗ ടി പ്ലസ് 5. സോ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് 5 എങ്ങനെ പറയാം, നമുക്കറിയാം കോസ് തീറ്റ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആണെങ്കിൽ കോസ് ഒമേഗ ടി പ്ലസ് 5 ഈക്വൽ ടു എന്തായിരിക്കും, റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 അല്ലേ. സോ ആ വാല്യൂ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ദാറ്റ് ഈസ് വെലോസിറ്റി v is equal to നമുക്ക് എന്ത് പറയാം, a ഒമേഗ ഇൻസ്റ്റെഡ് ഓഫ് കോസ് ഒമേഗ ടി എനിക്ക് എന്ത് എഴുതാം, റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 എഴുതാം. ക്ലിയർ അല്ലേ. ഇതെങ്ങനെ എഴുതിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്ത് റെഫർ ചെയ്താൽ മതി, ഇത്രയും നോക്കിയാൽ മാത്രം മതി. ഓക്കെ അല്ലേ. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, വെലോസിറ്റി v ഈക്വൽ ടു ഇപ്പൊ എന്താ കിട്ടിയേ, v is equal to a ഒമേഗ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 എന്ന് കിട്ടി അല്ലേ. ഇനി എനിക്ക് ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതിയാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്ക്. v is equal to ഞാൻ ഇതിങ്ങനെ എഴുതി, ഒമേഗ മാത്രം അവിടെ കീപ്പ് ചെയ്തിട്ട് എനെയും കൂടെ അകത്തേക്ക് കൊണ്ടുപോയി. എനെ എങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകാം, ഞാൻ സ്ക്വയർ റൂട്ടിനകത്ത് ഇങ്ങനെ എഴുതുവാണ്, എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതുകയാണ്. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഞാൻ എ സ്ക്വയർ ഇവിടെ എഴുതുവാണേ, വേറെ കളറിൽ എഴുതാം. that is a square minus a square sin square omega t plus 5 നെ എങ്ങനെ എഴുതാം, രണ്ട് സൈഡിൽ നിന്നും ഞാൻ a square കോമൺ ആക്കി എടുത്താൽ that is a square into 1 minus sin square omega t plus 5 എന്ന് എഴുതിക്കൂടെ അല്ലേ. ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ a സ്ക്വയറിന്റെ റൂട്ട് എത്രയാ, a പുറത്ത് വരും അല്ലേ. അപ്പൊ എന്ത് വരും, a റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 എന്ന് കിട്ടും. അതല്ലേ ഇവിടെ ഉള്ളത് നമ്മുടെ കയ്യിൽ, അതല്ലേ നമ്മുടെ കയ്യിൽ ഇത്രയേ ഉള്ളത്. ഒമേഗ ഒഴിച്ചാൽ ബാക്കി ഇതല്ലേ കയ്യിലുള്ളത്. സോ ഇതിനെങ്ങനെയാണെങ്കിലും എഴുതാം, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. v is equal to ഒരു ഒമേഗ ഉണ്ട്, ഒമേഗ റൂട്ട് ഓവർ എ സ്ക്വയർ minus what is a square sin square omega t plus 5. since x is equal നമ്മൾ എങ്ങനെ എടുത്തേ, a sin omega t plus 5 എന്ന് എടുത്തല്ലേ അല്ലേ. സോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിന്റെ സ്ക്വയർ അല്ലേ, ദാറ്റ് ഈസ് a സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 ആയിരിക്കും അല്ലേ. അതല്ലേ ഇവിടെ കയ്യിലുള്ളത്. സോ വാട്ട് ഈസ് ദിസ്, a സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ. ക്ലിയർ അല്ലേ. നമുക്ക് എന്ത് കിട്ടി, v is equal to ഒമേഗ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് എടുത്തു. ഓക്കെ അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടി, വിയുടെ വാല്യൂ ഒന്ന് കിട്ടി, v is equal to root of velocity is equal to root of എന്ത് കിട്ടി, ഒമേഗ സ്ക്വയർ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. ഒമേഗ ഇൻറ്റു റൂട്ട് ഓവർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. സോ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാവും, വെലോസിറ്റി ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ എക്സ്. ഡിസ്പ്ലേസ്മെന്റിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യാണ്, വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുവാണ്. ഇനി എങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കാം. എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ മോഷൻ എങ്ങനെ നിങ്ങൾക്ക് അറിയാം. ഒരു മീൻ പോയിന്റ് ഇരുന്നു, ഒരു മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടേക്ക് പോയി, വീണ്ടും പഴയ പോയിന്റിലേക്ക് എത്തി, വീണ്ടും ഒരു മാക്സിമം
ഡിസ്പ്ലേസ്മെന്റിലേക്ക് പോയി അല്ലെ. സോ ഈ എക്സിന്റെ വാല്യൂ എന്താവും? മാക്സിമവും മിനിമം ആവും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തും മാക്സിമം മിനിമം ആവും, വെലോസിറ്റി എന്താവും? മാക്സിമവും മിനിമവും ആവും. അതിനു മുന്നേ നമുക്ക് ഇവിടുത്തെ ഡിപ്പെൻഡൻസ് ഓഫ് വെലോസിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്ക്, ഇവിടെ എക്സിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് വിയുടെ വാല്യൂ എന്ത് ചെയ്യും? കാരണം നിങ്ങൾ മനസ്സിലാവും ഇവിടെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മാത്രം ചെക്ക് ചെയ്ത് നോക്കിയേ. എ സ്ക്വയർ മൈനസ് ഇതിന്റെ വാല്യൂ, ഈ എക്സിന്റെ വാല്യൂ ലാർജർ ആവുന്നതനുസരിച്ച്, എയിനെക്കാളും ഈ എക്സിന്റെ വാല്യൂ ലാർജർ ആവുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഇവിടെ നെഗറ്റീവ് ആവും അല്ലെ. നെഗറ്റീവ് ആവുക മീൻസ് എന്തിന്റെ വാല്യൂ നെഗറ്റീവ് ആവും? വെലോസിറ്റിയുടെ വാല്യൂ നെഗറ്റീവ് ആവും. അതായത് എക്സിന്റെ വാല്യൂ ഇവിടെ കൂടുന്നതനുസരിച്ച് ഇതിനകത്തുള്ള വാല്യൂ നെഗറ്റീവ് ആവും അല്ലെ. കാരണം ഇത് ചെറുതാവുകയും ഈ വാല്യൂ വലുതായിക്കൊണ്ട് തന്നെ ഇരിക്കും അല്ലെ. സോ ഡിസ്പ്ലേസ്മെന്റ് കൂടിയാൽ എന്ത് പറയാം? ഡിസ്പ്ലേസ്മെന്റ് ഇൻക്രീസ് ചെയ്താൽ വെലോസിറ്റി എന്ത് ചെയ്യും? മിനിമം ആവും. ഇനി ഡിസ്പ്ലേസ്മെന്റ് ഡിക്രീസ് ചെയ്താൽ വെലോസിറ്റി എങ്ങനെയാവും? മാക്സിമം ആവും. ഈ റിലേഷൻ മറന്നു പോകരുത്. ഓക്കെ അല്ലേ? നൗ ഞാൻ ആദ്യം എഴുതുവാണ്. മാക്സിമം വെലോസിറ്റി എവിടെ ഗെയിൻ ചെയ്യും നോക്കാം. മാക്സിമം വെലോസിറ്റി, കണ്ടീഷൻ ഫോർ മാക്സിമം വെലോസിറ്റി. നിങ്ങൾ നോക്കണേ, ഞാൻ പറഞ്ഞു മാക്സിമം വെലോസിറ്റി എപ്പോഴാണ് കിട്ടുന്നത്? ഡിസ്പ്ലേസ്മെന്റ് മിനിമം ആയിരിക്കുമ്പോൾ അല്ലെ. വെൻ displacement is minimum, we will get maximum velocity. We will get maximum velocity. So എവിടെയായിരിക്കും നമുക്ക് മിനിമം ഡിസ്പ്ലേസ്മെന്റ് കിട്ടുന്നത്? പാർട്ടിക്കിൾ മീൻ പോയിന്റ് ഇരിക്കുമ്പോഴല്ലേ. പാർട്ടിക്കിൾ മീൻ പോയിന്റ് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ മീൻ പൊസിഷനിൽ ഇരിക്കുമ്പോഴല്ലേ അവിടെ ഡിസ്പ്ലേസ്മെന്റ് മിനിമം ആയിരിക്കുന്നത് അല്ലെ. അതായത് മീൻ പോയിന്റ് എക്സ് ഈക്വൽ ടു എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അതല്ലേ മിനിമം പോയിന്റ് എന്ന് അല്ലെങ്കിൽ മിനിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ വി വിൽ ഗെറ്റ് മിനിമം ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ദ മീൻ പൊസിഷൻ. സോ വി വിൽ ഗെറ്റ് ദ മാക്സിമം വെലോസിറ്റി അറ്റ് മീൻ പൊസിഷൻ. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എത്ര ആയിരിക്കും? 0 ആയിരിക്കും. സോ ഈ വാല്യൂ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഈക്വൽ ടു എന്ത് കിട്ടും? ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ്? ഇറ്റ് ഈസ് 0 സ്ക്വയർ. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഒമേഗ റൂട്ട് എ സ്ക്വയർ. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു എ ഒമേഗ എന്ന് കിട്ടും. ദാറ്റ് ഈസ് വി മാക്സ്. വെറും വി അല്ല, നമുക്ക് അതിനെ വി മാക്സ് എന്ന് എഴുതാം. വി മാക്സ്. അപ്പൊ എവിടെയാ ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിലെ മാക്സിമം വെലോസിറ്റി ഈക്വൽ ടു എന്താ പറയാം? നമുക്ക് എ ഒമേഗ അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ്. കാരണം ഇത് ഈ എയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് ആയിരിക്കത്തില്ല. ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് ഒമേഗ എന്ന് കിട്ടും. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടല്ലോ, ഇങ്ങോട്ടും പോകുന്നുണ്ട് അങ്ങോട്ടും പോകുന്നുണ്ടല്ലോ അല്ലെ. ഈ സൈഡിലേക്കും പോകുന്നുണ്ട് ഈ സൈഡിലേക്കും പോകുന്നുണ്ടല്ലോ. ഓക്കെ അല്ലേ? സോ മാക്സിമം വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? വി മാക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ ഒമേഗ. അടുത്ത് നമുക്ക് നോക്കേണ്ടത് മിനിമം വെലോസിറ്റി. മിനിമം വെലോസിറ്റി എവിടെയായിരിക്കും? സോറി, നമുക്ക് വേണ്ടത് കറക്റ്റ് തന്നെയാണ്. മിനിമം വെലോസിറ്റി ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്ത് മാക്സിമം ആയിരിക്കണം? വി ഹാവ് ടു ഗെറ്റ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കുമ്പോഴേ നമുക്ക് എന്ത് കിട്ടുന്നത്? മിനിമം വെലോസിറ്റി കിട്ടുന്നത്. എവിടെയാ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് കിട്ടുന്നത്? നമുക്കറിയാം എക്സിന്റെ വാല്യൂ എ ആവുമ്പോൾ ആംപ്ലിറ്റ്യൂഡിനല്ലേ എന്ന് പറയുന്നത്. മീൻ പോയിന്റ് എന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞ പേരെന്താ? ആംപ്ലിറ്റ്യൂഡ് എന്നല്ലേ. ദാറ്റ് ഈസ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കണം? ആംപ്ലിറ്റ്യൂഡ് എ ആയിരിക്കണം അല്ലെ. ദാറ്റ് ഈസ് എ, എക്സിന്റെ വാല്യൂ എ ആയിരിക്കും. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി മിനിമം is equal to omega root of a square. What is the value of x? x ന്റെ വാല്യൂ എന്ത് തന്നെയാണ്? a square തന്നെയാണ്. a square. സോ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് 0 എന്നുണ്ട്. കാരണം ഇവിടെ a സ്ക്വയർ എക്സിന് എന്ത് കൊടുക്കണം? a എടുക്കണം. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ ആവും. റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് a സ്ക്വയർ 0 എന്നാവും. ദാറ്റ് ഈസ് 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് മിനിമം വെലോസിറ്റി എവിടെ ആയിരിക്കും? അറ്റ് ദ എക്സ്ട്രീം പൊസിഷൻ അല്ലെങ്കിൽ എക്സ്ട്രീം ഡിസ്പ്ലേസ്മെന്റ് ആകുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് മിനിമം വെലോസിറ്റി കിട്ടുന്നത്. സോ ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും സിമ്പിൾ ഹാർമോണിക് മോഷന്റെ വെലോസിറ്റിയെ പറ്റി മനസ്സിലായി വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് HB സയൻസ് ക്ലാസ്സസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. നോട്ട്സും
ക്ലാസ്സിന്റെ അപ്ഡേറ്റ്സും വീഡിയോ അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ ആ ചാനലിലാണ് ഷെയർ ചെയ്യുന്നത്. സോ മറക്കാതെ എന്ത് ചെയ്യുക, ചാനൽ ജോയിൻ ചെയ്യുക. ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് HB Science.